ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ ബാലൻ ഐസിയുയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ബോധവും കാര്യങ്ങളൊക്കെ വന്നു. ഈ സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന ആളോട് വേണമെങ്കിൽ വന്ന് കണ്ടോളാൻ പറയാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അതനുസരിച്ച് നേഴ്സ് ചെന്ന് നമ്മുടെ മിത്രയോട് പറയും. അപ്പോൾ മിത്രയോട് ഇത് പറഞ്ഞപ്പോൾ മിത്ര ദേ കയറി വരുന്നു, കാണുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ അങ്കിളെ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എനിക്ക് ആര്യനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ ഉപബോധ മനസ്സിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര്യനൊക്കെ പുറത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ പറയുന്നുണ്ട്. അങ്കിളിനിപ്പോൾ എല്ലാം സുഖമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും പകുതി കണ്ണേ തുറന്നിട്ടുള്ളൂ. ഇങ്ങനെ നിന്നിങ്ങനെ ആര്യനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം ഞാൻ മിത്രയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മിത്ര പറഞ്ഞപ്പോഴും ആര്യൻ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആര്യൻ എന്നാണോ എന്ന് മിത്ര ചോദിച്ചു. അപ്പോൾ ഒന്നും വ്യക്തമാകുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അടുത്ത നേഴ്സ് വന്നു. അപ്പോൾ മതി, ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തേക്ക് നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് നിന്നോളാൻ പറഞ്ഞു മിത്രയെ. എന്നിട്ട് നേഴ്സ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആര്യൻ മരുന്ന് മേടിക്കാനായിട്ട് പോയേക്കുമല്ലേ. ഈ സമയത്ത് ആര്യനാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു. അപ്പോൾ അത് അടച്ചു പോയി. എന്നിട്ട് ആ ചേട്ടനെ ഫോണിൽ വിളിക്കുക. ടൗണിൽ മെഡിക്കൽ സ്റ്റോർ ഇട്ടിരിക്കുന്ന ചേട്ടനല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതെ, നിങ്ങളാരാ എന്താണെന്ന് ചോദിച്ചപ്പം സാർ ചേട്ടാ എൻ്റെ അച്ഛൻ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണേ, പാമ്പ് കടിയേറ്റ്. ആൻറ്റിവനത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചപ്പം അതേ ഏട്ടാ, ഞാൻ ഇവിടെ വന്നപ്പോൾ കട അടച്ചിരിക്കുക. അപ്പോൾ ബോർഡിൽ നിന്ന് എനിക്ക് നമ്പർ കിട്ടിയത്. ചേട്ടാ ഒന്ന് വന്ന് കട തുറന്ന് സാധനം ഒന്ന് എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. കട അടച്ചു കഴിഞ്ഞല്ലോ എന്ന് ആ പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ മരുന്ന് കിട്ടില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, മറ്റെവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആര്യനാണ് അയാളുടെ കാല് പിടിച്ചു. പക്ഷെ അയാൾ നിന്നില്ല. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആര്യന് ദേഷ്യം വന്നു. ഇയാളാണെങ്കിൽ ഭയങ്കര അഹങ്കാരം കാണിക്കുക. അപ്പോൾ ആര്യൻ 4 വർത്തമാനം അങ്ങ് തിരിച്ചു പറഞ്ഞു. തൻ്റെ കട ഞാനിന്ന് അടിച്ച് പൊളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലടോ ഞാൻ തൻ്റെ കാല് പിടിക്കുന്നു എന്നൊക്കെ ആര്യൻ അന്നേരം അയാളോട് ചോദിച്ചു കേട്ടോ. നിങ്ങൾ കടയിലേക്ക് വന്ന 10 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. എനിക്കാണെങ്കിലേ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞു. ചേട്ടാ നിങ്ങൾക്കും ഇല്ലേ അച്ഛനും അമ്മയ്ക്കും ഒന്നും ആയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആര്യൻ കുറേ അയാളോട് പറഞ്ഞു അടുത്ത് കഴിഞ്ഞപ്പോൾ അയാൾ ചെല്ലാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് ആര്യൻ മരുന്ന് മേടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ആര്യ മരുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. മിത്ര ഓടിച്ചെന്നു. കിട്ടി, ഞാനത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നേഴ്സ് ഇറങ്ങി വന്നു. മെഡിസിനൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു. സിസ്റ്റർ ഇപ്പോൾ അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം ഇപ്പോൾ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ആൾ ഓക്കെ ആയിക്കോളൂ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഇവരങ്ങ് മാറ്റി നിർത്തി. എന്നിട്ട് ആ നേഴ്സ് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് മിത്ര അതെ ആര്യനൊന്ന് റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്കിളിനെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ആകാംക്ഷയോടെ അറിയാൻ വേണ്ടി ഇരിക്കുക. ഓർമ്മ തെളിഞ്ഞില്ലെങ്കിലും ആര്യൻ എന്ന് അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യന് സങ്കടം വന്നു കേട്ടോ. പിന്നെ മിത്രയെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്കിളിൻ്റെ മനസ്സിൽ നിന്ന് നമ്മൾ പോയിട്ടൊന്നും ഇല്ല ആര്യ എന്ന് മിത്ര ഇങ്ങനെ പറയപ്പോഴും ആ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ആര്യ, ഞാൻ രാത്രി വന്നതിൻ്റെ ദേഷ്യം ഇതുവരെ ആര്യന് മാറിയില്ല അല്ലേ എന്ന് മിത്ര ചോദിക്കുക. ആര്യൻ അതിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആര്യൻ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുക. ഈ സമയത്ത് അകത്ത് ആര്യ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആര്യൻ അകത്തേക്ക് കയറി അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ഈ കിടപ്പൊക്കെ കണ്ട് ആര്യന് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ആര്യ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആര്യൻ ചെന്ന് അച്ഛൻ്റെ കയ്യിലേക്ക് പിടിച്ചു. അന്നേരം എനിക്ക് എൻ്റെ ആര്യനെ കാണണം, ആര്യ എനിക്ക് എൻ്റെ ആര്യനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ മോൻ എവിടെ, എൻ്റെ ആര്യൻ എവിടെ, ആര്യ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ആര്യന് നെഞ്ച് തകർന്ന് പോവാട്ടോ. അങ്ങനെ എനിക്ക് എൻ്റെ ആര്യനെ കാണണം മോനെ, ആര്യ എടാ വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കാനായിട്ട് ആ നേഴ്സ് വന്ന് ആര്യനോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ കൈ അവിടെ വെച്ച് ആര്യൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ ആര്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ആര്യൻ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പം അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് ആര്യൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആര്യൻ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ അത് അറിയില്ലെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് നമ്മുടെ ആര്യൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ ആര്യനാണെങ്കിൽ ഒരു വക എന്തോ ഒരു സ്വഭാവം പോലെ കാണിക്കുക കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മനും അതുപോലെ തന്നെ ആകാശും കൂടെ ഓടി ഹോസ്പിറ്റലിൽ എത്തി. അപ്പം ഇത്തരം അവിടെ ഇരിക്കുവാണ്. ഇവർ വരുന്നത് കണ്ടപ്പോൾ ആര്യ എന്നും പറഞ്ഞപ്പോൾ ആര്യൻ ഇറങ്ങി വന്ന അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് മിത്രയോട് മിണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവർ ഓടി കതച്ച് കയറി വരുന്നത്. ആര്യ എടാ എന്നും പറഞ്ഞു. എടാ അളിയൻ എങ്ങനെയുണ്ടടാ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മിത്ര പറഞ്ഞു ഒരു മരുന്ന് വാങ്ങണമായിരുന്നു. ആര്യൻ ചെന്ന് ആ മരുന്ന് കൊണ്ടുവന്നു, അതുകൊണ്ട് അപകടമൊക്കെ മാറിയെന്ന് മിത്ര അന്നേരം പറഞ്ഞു.
എടാ നീ തക്ക സമയത്ത് അച്ഛനെ കണ്ടത് ഭാഗ്യമായിരുന്നു ആകാശ് പറഞ്ഞപ്പോൾ. അല്ല വീട്ടിൽ വേറെ ആരും അറിഞ്ഞില്ലല്ലോ? ഇല്ല, ആകാശിനോട് പോലും ഇപ്പോൾ ഇവിടെ എത്താറായപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ധർമ്മൻ. എന്തായാലും നിങ്ങൾ കയറി കാണ്, കുറച്ച് നേരം അടുത്തൊന്ന് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അകത്തേക്ക് പറഞ്ഞു വിടുക. എന്നിട്ട് അവർ കയറാൻ തുടങ്ങിയപ്പോൾ മാമ അതെ അച്ഛനെ രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്നതും ഞാനാണെന്ന് അച്ഛനോട് പറയണ്ട എന്ന് പറഞ്ഞു. എടാ അച്ഛനത് അറിയണ്ടേ എന്ന് ആകാശ് ചോദിച്ചപ്പോൾ വേണ്ട അത് പറയണ്ട, പിന്നെ അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയുക. ഇത് കേട്ടോ മിത്ര ഇങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ ഈ ആര്യൻ്റെ ഒരു വക സ്വഭാവം കണ്ടിട്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ മിത്ര ആര്യനോട് ചോദിച്ചു, ആര്യ ഇതെന്താ ആര്യനാണ് രക്ഷിച്ചതെന്ന് അങ്കിൾ അറിയണമായിരുന്നു എന്ന്. അപ്പോൾ വേണ്ട ഒരിക്കലും അത് അച്ഛൻ അറിയണ്ട എന്ന് നമ്മുടെ ആര്യൻ പറയാം. അപ്പോൾ ആര്യൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടതല്ലേ, നമ്മുടെ ത്യാഗമൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ, എങ്കിലും അങ്കിളിന് വേണ്ടി ആര്യനുണ്ടെന്ന് അങ്കിൾ അറിയണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കൂളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ച്. എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ അച്ഛനെല്ലാം അറിയാം, അച്ഛൻ്റെ മനസ്സ് നിറയെ ഞാനാണ് എന്ന് പറഞ്ഞ് ആര്യൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് തൻ്റെ ഉള്ളിലുള്ളത് പറയാം. അത് പറയാതെ തന്നെ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മിത്രയായിട്ട് സംസാരിച്ച് നമ്മുടെ ആര്യൻ അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ബാലന് വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇതെല്ലാം ആയിക്കഴിഞ്ഞ് നമ്മുടെ ബാലൻ ഓക്കെ ആയി. അപ്പോഴാണ് ധർമ്മനും ആകാശം കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അച്ഛാ ഞങ്ങളാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനും മാമനുമാണെന്ന് പറഞ്ഞപ്പം അതെ ഇപ്പോൾ ഒത്തിരി നോർമലായിട്ടുണ്ട്, എങ്കിലും അധികം സംസാരിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ അങ്ങോട്ടേക്ക് പോയി. സിസ്റ്റർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കാം. ആ മോനെ ആകാശേ എടാ ധർമ്മ എനിക്ക് നിങ്ങളെങ്ങനെ അറിഞ്ഞേ എന്നിങ്ങനെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പേടിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലെന്ന് വിളിച്ചു പറ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അളിയ ചേച്ചി ഒന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ ആരാ അപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്നേ എന്ന് ചോദിക്കുമ്പോൾ അളിയൻ വീണ് കിടക്കുന്നത് കണ്ടത് ഒരു ചെറുപ്പക്കാരനാ, അയാളാ ഇവിടെ എത്തിച്ചത് എന്ന് ധർമ്മൻ അന്നേരം പറഞ്ഞു കേട്ടോ. ഇത് കേട്ട് എൻ്റെ കാലിൽ എന്തോ മുള്ളു കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നിയേ, നോക്കിയപ്പോഴാണ് മുള്ളാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്, പിന്നെ നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് മനസ്സിലായതെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയാം. പതിയെ ശരീരം തണുക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്ക് ഇതാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. കുഴഞ്ഞു വീണ് കിടക്കുമ്പോൾ ബോധം പോയായിരുന്നു, അപ്പോഴായിരിക്കും വന്ന് കണ്ടത്. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഇതേ ആശുപത്രിയിൽ എന്തൊക്കെയാ അല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. കുറച്ചു നേരം ഏതോ ഒരാൾ വന്ന് എൻ്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു, അയാൾ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചു, അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ ബാലൻ ഇങ്ങനെ ഇവരോട് പറയുക. അതോടെയാ എല്ലാം നേരെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ബാലൻ സംഭവിച്ചൊക്കെ പറയാം. അപ്പോൾ ഇവർ നിസ്സഹായരായിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ കിടക്കുമ്പോൾ നീ ആര്യനെ ഒന്ന് വിളിക്ക്, എനിക്ക് ആര്യനെ വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ സംസാരിക്കാം അച്ഛാന്ന് ആകാശ് പറഞ്ഞു. എനിക്ക് വിളിക്കണം, നന്ദി പറയണം, ആ ചെറുപ്പക്കാരനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആര്യനാണെന്നുള്ള കാര്യം അറിയില്ലല്ലോ, ചെറുപ്പക്കാരൻ എന്നല്ല ഇവർ പറഞ്ഞത്. ആ സമയം എനിക്ക് ആ ചെറുപ്പക്കാരനെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വിടും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എന്തോ മെഡിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ സിസ്റ്റർ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ മെഡിസിൻ മേടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി വരുന്ന സമയത്ത് ആര്യനും ഇത്രയും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആര്യ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് മിത്ര ചോദിച്ചപ്പോൾ കഴിച്ചു, നീ കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും സാരമില്ല എന്ന് മിത്ര പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്ന്. അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നപ്പോൾ ഇവർ രണ്ടുപേരും അച്ഛൻ സംസാരിച്ചല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയി എന്ന് പറയാം. അപ്പോൾ രാവിലെ വരെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ എടാ നിങ്ങളിനി ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട, വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞങ്ങളും കൂടി ഇവിടെ നിൽക്കാമെന്ന് മിത്ര പറഞ്ഞു. അല്ലേ അരിയാന്ന് ചോദിച്ചപ്പം അതെ, ഒന്നും വേണ്ടടാ, ദേ ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പേടിക്കാനൊന്നുമില്ല. പിന്നെ അളിയനൊരു കാര്യം ചോദിച്ചു, ആരാ ആശുപത്രിയിൽ എത്തിച്ചതെന്ന്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരനെ വിളിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യമൊക്കെ ഇവർ പറയാം. അപ്പോൾ അതൊക്കെ കേട്ടതേ നമ്മുടെ ആര്യനാണെങ്കിൽ കുറച്ച് പൈസ എടുത്ത് ആകാശിൻ്റെ കയ്യിലും വെച്ച് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്നും പറഞ്ഞ് ആര്യൻ അവിടെ നിന്ന് അങ്ങ് പോയി. ആര്യനും മിത്രയും കൂടെ പോയി ഒരു തട്ടുകടയിൽ ചെന്നു. എന്നിട്ട് മിത്രയ്ക്ക് കഴിക്കാനൊക്കെ മേടിച്ച് കൊടുക്കുക. അപ്പോൾ ചായ മേടിച്ച് കൊടുത്തു മിത്രയ്ക്ക്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് ആര്യം പറഞ്ഞു. അപ്പോൾ മിത്ര പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്.
അപ്പോൾ ചേട്ടാ ഒരു ബണ്ണെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര അങ്ങനെ മിത്രയ്ക്ക് ബണ്ണും ചായയൊക്കെ മേടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാതിരാത്രി ആരിൻ്റെ കൂടി ഇങ്ങനെയൊക്കെ വന്ന് ചായ കുടിക്കാൻ നല്ല രസം തോന്നുകയാണെന്ന് പറഞ്ഞു. കഷ്ടപ്പാടറിയാത്തവർക്ക് ഇതൊക്കെ ഒരു രസമാണെന്നും നൊസ്റ്റാൾജി ആണെന്നും ചായ കൂടിയാണെന്നും പാതിരാത്രിയാണെന്നും വിദൂരതയാണെന്നൊക്കെ നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞപ്പം ആര്യന് തെറ്റി. പാതിരാത്രിയും വിദൂരതയും ചായ കുടിക്കുന്നതൊന്നുമല്ല എൻ്റെ രസം, ഇതൊക്കെ ആര്യൻ്റെ കൂടെ നിന്ന് അനുഭവിക്കുന്നതിലാ രസം എന്ന് നമ്മുടെ മിത്ര പറഞ്ഞു. ആര്യൻ ഇന്നലെ ഇങ്ങനെ നോക്കുവാണ്. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്ന് ആര്യൻ പറഞ്ഞിട്ടും ഞാൻ എടുത്തു ചാടി വന്നു. 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നിലെന്ന് മിത്ര പറയുമ്പോൾ ആര്യൻ ഇങ്ങനെ നോക്കുക, എന്താ കാര്യം എന്നതില്ല. ഒന്ന് ആശുപത്രിയിലായ അങ്കിള്, മറ്റൊന്ന് ആര്യൻ്റെ കൂടെ ആര്യനെ സപ്പോർട്ട് ചെയ്ത് ആശുപത്രിയിൽ നിൽക്കുക. ആ 2 ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ആര്യനൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഈ രാത്രി കയ്യും കോർത്ത് എങ്ങനെ റോഡിലൂടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ചിട്ടും ഞാൻ ആര്യൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങി വരുന്നില്ലേ, അതിൻ്റെ ഒരു സ്നേഹമെങ്കിലും എന്നോട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം മിത്ര, നമ്മൾ കാര്യങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ച് വ്യക്തമാക്കിയിരുന്നതാ, അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആര്യൻ മിത്രയോട് പറഞ്ഞു. പിന്നെ അതിന് വ്യക്തമായ കാരണങ്ങൾ എന്താണോ അതെനിക്കുണ്ട്, അതെന്താണെന്ന് അതിൻ്റെ സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് മിത്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. ആരും നേരത്തേക്കും ചടപടന്ന് ചായ കുടിച്ചു. വേഗം കുടിക്കുക, നേരം വെളുക്കാറായി. അതെ, ചായയോട് പറഞ്ഞാൽ മതി, നേരം വെളുക്കാൻ പോകുന്നു, പെട്ടെന്ന് തണുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പ്ലീസ് ഒന്ന് പെട്ടെന്ന് കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് മിത്രയോട് ഇങ്ങനെ ആരും പറയാം, അങ്ങനെ മര്യാദയ്ക്ക് പറ എന്ന് പറഞ്ഞു മിത്ര. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് 2 പേരും കൂടെ അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസമായി രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവുക. എനിക്ക് നേരിട്ട് അറിയണം, കടയിൽ പോയി ഡീലറെ കാണാൻ പോയി. അതൊക്കെ വെറുതെ പറയുന്നതാ, എനിക്കിതൊന്നും വിശ്വാസം വരുന്നില്ലെന്ന് പറഞ്ഞു ഗോമതി വീട്ടിൽ നിന്ന് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും അമ്മ ചുമ്മാ കിടന്ന് ദേഷ്യപ്പെടാതെ, ആകാശും മാമനും കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് എന്താണ് ആരും ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഓട്ടോയുടെ ശബ്ദം കേട്ട് ഇവർ ഇറങ്ങി ചെന്നു. ഈ സമയത്ത് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇറങ്ങാനും നടക്കാനൊക്കെ പാടുപെടുക. അപ്പോൾ ഇവർ പിടിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ആരും പിടിക്കണ്ട, ഞാൻ ഇറങ്ങിക്കൊള്ളാമെന്ന് ബാലൻ. അപ്പോൾ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട ഗോമതി ടെൻഷൻ അടിക്കും, നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെല്ലുക. അപ്പോൾ അങ്ങനെ ബാലൻ കയറി ചെല്ലുന്നു. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്താ ബാലേട്ട, ഇത് എവിടെയായിരുന്നു, ഇത്രയും നേരമായിട്ടൊന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ, മനുഷ്യർ ഇവിടെ തീ തിന്നായിരുന്നു എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെട്ടു. വിളിക്കുമ്പോൾ ഒന്ന് ഫോണെങ്കിലും ഒന്ന് എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഏട്ടാ ഗോമതി, എനിക്ക് അളിനിങ്ങ് വന്ന് നമുക്ക് അതൊക്കെ പറയാം വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അളിയനെ കൂട്ടി ധർമ്മനകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ എല്ലാവരും വന്ന് കൂടി നിൽക്കുക. എന്താ ബലേട്ട സംഭവിച്ചേ എന്നും ചോദിച്ച്. ഒന്നും പറയുന്നില്ല. എടാ എന്താ സംഭവിച്ചെന്ന് പറ. അത് പിന്നെ ചേച്ചി അത് അപ്പോഴേക്കും ബാലൻ, ഗോമതി ഞാൻ പറയാം, ഇന്നലെ രാത്രി ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ വഴിയിലൊന്ന് ഇറങ്ങി, അവിടെ വെച്ചേ എന്നെ ഒരു പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ടത്, എൻ്റെ ഈശ്വര ഞാൻ എന്ത് കേൾക്കും ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി. അപ്പോൾ പിന്നെ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഒരു അപകടം ഉണ്ടായില്ല, അപ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തുടങ്ങിയതൊക്കെ പറഞ്ഞു. അപ്പോൾ ഗോമതി ഒരു വാവിട്ട് കരയുമ്പോൾ, കരയല്ലേ ഗോമതി, നീ ഇങ്ങനെ കരയല്ലേ, എന്നെ രക്ഷിക്കാൻ തക്ക സമയത്ത് ആൾ വന്നില്ല, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ, നീ ഇങ്ങനെ കരയല്ലേ, ജീവനോടെ ഞാൻ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതിയോട് ഇങ്ങനെ പറയുന്നു നമ്മുടെ ബാലൻ. ഈ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇവർക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഇന്നലെ വഴിയിൽ ബോധം കെട്ട് കിടന്ന് എന്നെ ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കാതെ പോയിരുന്നെങ്കിലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഗോമതി ഞെട്ടലോടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ നിങ്ങൾ 2 പേരും ഇവിടുന്ന് പോയതപ്പോൾ ഇത് അറിഞ്ഞിട്ടായിരുന്നല്ലേ എന്ന് ആനന്ദ് ചോദിച്ചു. അതെ, എല്ലാവരെയും വെറുതെ എന്തിനാ വിഷമിപ്പിക്കുന്നത് വിചാരിച്ച് പറയാതിരുന്നത്. എന്തായാലും നമുക്ക് ഈ വിഷയം ഇനി അങ്ങോട്ട് സംസാരിക്കേണ്ട, എല്ലാം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഏതാ ചെറുപ്പക്കാരൻ, ആരാ ചെറുപ്പക്കാരൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതിയും ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലനും അതറിയാനുള്ള ആ ക്യൂരിയോസിറ്റിയോട് കൂടി ഇവർ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.